പ്രിയമുള്ളവരെ, കേരളക്കാർ വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടും കാത്തിരുന്ന റിയാസ് മൗലവിയുടെ കൊലപാതകം സംബന്ധമായ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഒരുപാട് തവണ മാറ്റിവെക്കുകയും മറ്റൊക്കെ ചെയ്ത് നീട്ടി മുന്നോട്ട് പോയ കേസ്, അതിൻ്റെ വിധി വന്നപ്പോൾ മല എലിയെ പ്രസവിച്ചതുപോലെയുണ്ട്. വിധി വന്നപ്പോൾ പ്രതികളായ 3 പേരും യാതൊരു കുറ്റവും ചെയ്യാതെ അവരെ വെറുതെ ഈ 7 വർഷക്കാലം ഒരു തവണ പോലും ജാമ്യം കൊടുക്കാതെ സുപ്രീം കോടതി വരെയും ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടും നൽകാതെ അത്രമാത്രം ഭീകരവും കുറ്റകരവുമായ തെറ്റാണ് പ്രതികൾ ചെയ്തതെന്ന് വിധിയുടെ മുമ്പ് തന്നെ ബന്ധപ്പെട്ടവരൊക്കെ വിലയിരുത്തിയത് അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു ജാമ്യം പോലും നൽകിയില്ല 7 വർഷമായിട്ട്. അത്തരത്തിലുള്ള ഒരു വിഷയം ഇപ്പോൾ ആ പ്രതികളെ ജയിലിലാക്കിയത് വലിയ കുറ്റമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഈ 7 വർഷം അവർ ജയിലിലാക്കിയത് തെറ്റാണല്ലോ. അവർ വെറുതെ പ്രതികളല്ലല്ലോ. പ്രതികളാണെങ്കിലും ഇനി അവരിലേക്കൊന്നും യാതൊരു അപാകതയും സംഭവിച്ചിട്ടില്ല എന്നാണല്ലോ ഇപ്പോൾ ഈ കോടതിയുടെ വിധി. ഈ കോടതിയുടെ വിധി കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് വിധികൾ ഈ അടുത്ത കാലത്തായി ഇതുപോലെ വന്നിട്ടുണ്ട്. ഒരാൾ മറ്റേയാളെ അടിച്ചതിൻ്റെ പേരിൽ കേസ് കൊടുത്താൽ അടി കൊണ്ടവൻ പ്രതിയാകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ കോടതികളിൽ നിന്ന് ഉണ്ടാകുന്നത്. കോടതികളെ വിമർശിക്കാം, എന്ത് വിധി വിധിച്ചാലും ജഡ്ജിമാരെ വിമർശിക്കാൻ പാടില്ല എന്നൊരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ട് ഒന്നും നോക്കേണ്ടതില്ല, ആർക്കും എന്തും വിധിക്കാം എന്ന ഒരു സർട്ടിഫിക്കറ്റ് അവരെവിടുന്നോ നേടിവെച്ചതുപോലെയാണ്. ഇപ്പം ഈ വിധിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഒരു രക്ഷയുണ്ട്. കാരണം ഈ റിയാസ് മൗലവിയെ അവർ വെട്ടിക്കൊന്നതിന് ശേഷം അദ്ദേഹം ഈ പ്രതികളായി നിൽക്കുന്ന ആളുകൾക്ക് കയ്യാറ്റ ശ്രമം നടത്തി എന്ന് കോടതി വിധിക്കാത്തത് വലിയൊരു അത്ഭുതമായി തോന്നുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന റിയാസ് മൗലവി പ്രതികളായ ഈ 3 പേരുണ്ടല്ലോ, അവർക്കെതിരെ മരിച്ചതിന് ശേഷം കയ്യേറ്റം ചെയ്തു എന്ന് പറയാത്തത് ഭാഗ്യം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ റിയാസ് മൗലവിൻ്റെ എതിരെ കേസ് ചുമത്താൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ബന്ധുക്കളുടെ പേരിലായിരിക്കും അതിൻ്റെ കേസും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചുമത്തൽ. ഇപ്പോൾ മകളുടെ പേരിലും മകൻ്റെ പേരിലുമൊക്കെ ആരോപണം വന്നാൽ അത് അച്ഛനെ ബാധിക്കും എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണല്ലോ ഉള്ളത്. ആരോപണം തന്നെ അച്ഛനെ ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇനി കേസ് വന്ന പരാതി വന്ന മകളും മകനും ജീവിച്ചിരിക്കില്ലെങ്കിൽ ഏതായാലും അച്ഛനും അമ്മക്കൊക്കെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഇവിടെ ഈ വിധികളൊക്കെ ഒരു തരം നിറത്തിൻ്റെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിലാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് ഗതകാല വിധികളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 23/3/17 തുടങ്ങിയ ഈ കേസ്, ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ജഡ്ജിമാർ ആ കേസ് കൈകാര്യം ചെയ്തു. നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നവരുടെ ഭാഗത്തിൽ നിന്നുള്ള ഒരു അപാകതയാണ്. ഒരു സ്ഥാനമൊഴിയാൻ ഇരിക്കുന്ന ഒരു ജഡ്ജിയെ ഒരു കേസ് ഏൽപ്പിക്കും. എന്നിട്ട് അദ്ദേഹം കുറച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവും, റിട്ടയർഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ വേറെ ജഡ്ജി വന്നു, അയാൾ കേസ് പഠിക്കാൻ വേണ്ടി കൊല്ലങ്ങളെടുക്കും. അദ്ദേഹം കുറച്ച് പഠിച്ചാണ്ട് വരുമ്പോഴേക്കാണ് പിന്നെ ആ കേസിൽ വേറെ ജഡ്ജി വരുന്നത്. ഇങ്ങനെ 8ാമത്തെ ജഡ്ജിയാണ് ഈ കേസ് പഠിച്ച് വിധി പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം സമയവും എത്രമാത്രം കൃത്യമായി വേഗത്തിൽ കിട്ടേണ്ടതായ ഈ വിധിയുമൊക്കെ വളരെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നീതിപീഠത്തിന് ഉണ്ടാകുന്നത്. അത് നിയന്ത്രിക്കലൊരു അത്യാവശ്യമാണ്. ഒരു കേസ് ഏറ്റെടുത്താൽ കാലാവധിയുള്ള ഒരാൾക്ക് കേസ് കൊടുക്കുക. നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത മാസമോ പിരിയാനിരിക്കുന്ന ഒരാൾക്ക് ഈ കേസ് കൊടുത്തിട്ട് അയാൾ പഠിച്ചു വരുമ്പോഴേക്കും അയാൾ പിരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വേറെ ആൾ വന്നിട്ട് പഠിക്കും. ഇങ്ങനെ പഠിച്ച് അവസാനം ഒന്നും പഠിക്കാതെയാണ് അവസാനത്തെ ജഡ്ജി വിധിക്കുന്നത് എന്നതുപോലെ
ഈ കേസിലും 7 ജഡ്ജിമാർ മാറി മാറി വന്ന് 8ാമത്തെ ജഡ്ജിയാണ് വിധിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുകൊണ്ട് എന്താണ്, കേസ് പഠിക്കാനുള്ള കാലങ്ങൾ ഒരു കൊല്ലം കൊണ്ട് തീരേണ്ട കേസ് 10 കൊല്ലം കൊണ്ട് പോലും തീരാത്ത ഒരവസ്ഥയിലേക്ക് നീണ്ടുപോവുകയും അതിൻ്റെ പേരിൽ കുറേ ചിലവുകളും മറ്റും വരികയും, അതുപോലെ പഠിച്ച പലരുടെയും പഠനങ്ങൾ പല നിലക്കായിരിക്കുമല്ലോ. ഒരാൾ ആദ്യം പഠിച്ചാൽ അതുപോലെ ആയിരിക്കില്ല പിന്നെ ഒരാൾ പഠിക്കൽ. ഒരാൾ മറ്റാളെ ആക്രമിച്ചു എന്നുള്ള അയാൾക്ക് ബോധ്യപ്പെട്ടാലും പിന്നെ ആൾ വരുമ്പോൾ അത് ആക്രമിച്ചതായിട്ടല്ല, തടഞ്ഞതായിട്ടോ തടവിയതായിട്ടൊക്കെയാണ് ബോധ്യപ്പെടൽ. ഇങ്ങനെ അധപ്പതിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കോടതിയുടെ വിധികൾ അടുത്ത കാലത്ത് മാറുന്നുണ്ട്. നീതിപീഠത്തിൽ നിന്നും നീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ഈ സംവിധാനത്തെ ആശ്രയിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് അത് തന്നെയാണ് അവസാന വഴിയും. പക്ഷേ ഇങ്ങനെ നീതി പ്രതീക്ഷിക്കപ്പെടുന്ന സ്ഥലത്തുനിന്നും വ്യക്തമായും അനീതി വരുമ്പോൾ ജനങ്ങൾ നിയമം കയ്യിലെടുത്തേക്കും. ചിലപ്പോൾ എടുക്കാൻ പാടില്ല, പക്ഷേ എടുക്കാൻ ഈ നീതിപീഠം തന്നെ നിർബന്ധിക്കുന്നു എന്നാണ് ഇത്തരം വിധികൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു നിയമവ്യവസ്ഥയോട് ജീവിക്കുന്ന രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ നിയമമാണ് കോടതി അംഗീകരിക്കുക എന്നുള്ളത്. പക്ഷെ കോടതി ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വിധിച്ചാൽ ആ കോടതി തന്നെയാണല്ലോ ഇങ്ങനെയുള്ള ജനങ്ങളെ സ്വന്തം തന്നെ ആ കൊലപ്പെടുത്തിയ ആളുകൾക്ക് ശിക്ഷ കൊടുത്താൽ എന്നാൽ പിന്നെ ഈ കാലതാമസമില്ല, ശരിക്കുള്ള ശിക്ഷ അവർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഏതെങ്കിലും ആളുകൾ നിയമം കയ്യിലെടുക്കാൻ വന്നാൽ അതായിരിക്കും ശരിയെന്ന് പലരും ചിന്തിച്ചു പോകും. എന്നാൽ ശിക്ഷ നടപ്പിലാക്കിയല്ലോ. അതേസമയം എല്ലാം നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന കോടതി ഈ രീതിയിലാണ് നീങ്ങുന്നത് എങ്കിൽ കോടതിനെ ആശ്രയിച്ചിട്ടും അവിടെ പൈസ ചിലവാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നെല്ലാവരും മനസ്സിലാക്കും. ഈ വിധി വളരെ ദൗർഭാഗ്യകരമായി എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ഇത്രമാത്രം സുശക്തമായ രീതിയിൽ എല്ലാവരും സജീവമായി നടക്കുകയും ഒരു പഴുതുമില്ലാതെ കേസ് നടത്തുകയും ഒക്കെ ചെയ്ത രേഖകൾ 215-ലേറെ 90-ലേറെ സാക്ഷികൾ, ഒരൊറ്റ സാക്ഷി പോലും കൂറുമാറിയാതെ വ്യക്തമായി സർക്കാരും മറ്റുമൊക്കെ ശക്തമായി പിന്തുണച്ച കേസ്, ആക്ഷൻ കമ്മിറ്റിയുടെ പിന്തുണ 100% കേസ്. ഇത്തരത്തിലുള്ളൊരു കേസിൽ ഈ പ്രതികളാണ് എന്നുള്ളത് കോടതിയല്ലാത്ത എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതിക്കും മുമ്പത്തെ ജഡ്ജിമാർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അവസാനം വന്ന ജഡ്ജിക്ക് അത് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ട് അവർ വെറുതെ വിട്ടു. എന്ന് വെച്ചാൽ 7 കൊല്ലം അവരെ ജയിലിലാക്കിയത് പാവങ്ങൾ വെറുതെ ആയിപ്പോയി. അതിനിഞ്ഞ് നഷ്ടപരിഹാരം റിയാസ് മൗലവിൻ്റെ കുടുംബത്തിൽ നിന്നും ഈടാക്കുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ബാബരി മസ്ജിദുടെ ഒരു വിധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തനി ഉൾട്ടയായ വിധി മാത്രമേ അവിടെ ഇരിക്കുന്നവർക്ക് ഇപ്പം നൽകാൻ കഴിയുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നതാണല്ലോ. ബാബരി മസ്ജിദിൻ്റെ ആമുഖമൊക്കെ വായിക്കുമ്പോൾ, വിധിയുടെ ആമുഖം വായിക്കുമ്പോൾ എന്താണ്, അവിടെ 400 വർഷം മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്നൊരു പള്ളിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പള്ളീൻ്റെ പ്രസക്തിയും മുസ്ലിങ്ങളെ ആരാധനൻ്റെ പ്രസക്തിയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇത് അമ്പലമായി വിധിക്കുന്നു, അവിടെ ക്ഷേത്രമാണ് ഉണ്ടാക്കേണ്ടത്. അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല, പള്ളി ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിൻ്റെ ഒരു ലക്ഷണം അവിടെ ഇല്ല. പക്ഷെ അത് പൊളിഞ്ഞു പോയല്ലോ, ഇനി അവിടെ ക്ഷേത്രമാണ് ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ തലതിരിഞ്ഞത് എന്നതുപോലെ ഈ വിധി നമ്മളൊരു പുനർവായന നടത്തുമ്പോൾ ചിലപ്പോൾ റിയാസ് മൗലവിയെ കൊന്നത് ഈ 3 പ്രതികളാണ് എന്നതിന് എല്ലാ തെളിവുകളും നമ്മോട് സംസാരിക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും ഈ റിയാസ് മൗലവി മരിച്ചതിന് ശേഷം അദ്ദേഹം ഈ പ്രതികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി എണീറ്റു എന്ന് പോലും എഴുതി വെക്കുന്ന രീതിയിലാണല്ലോ ബാബരി മസ്ജിദിൻ്റെ രീതി നമുക്ക് മനസ്സിലാക്കുമ്പോൾ. പള്ളിയാണ് തകർക്കപ്പെട്ടതെന്നൊക്കെ സമ്മതിച്ചുകൊണ്ട് അതുകൊണ്ട് അവിടെ ക്ഷേത്രം ഉണ്ടാക്കണം എന്നുള്ളൊരു വിധി എന്നതുപോലെ കൊല്ലപ്പെട്ടത് റിയാസ് മൗലവി ആണെങ്കിലും അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഈ പ്രതികളെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് എഴുതി വെച്ചതുപോലെ ഉണ്ട്. ഇപ്പോൾ അത് എഴുതി വെക്കാത്തത് ഇപ്പോൾ വലിയ ഭാഗ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ ജുഡീഷ്യറിയുടെ ഈ പക്ഷപാതം നമ്മുടെ രാജ്യത്ത് അവസാന വാക്കായി ആശ്രയിക്കാവുന്ന രാഷ്ട്രീയക്കാർ പല രീതിയിലും പലരെയും പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും പല വിഷയങ്ങളിലുമൊക്കെ ജനങ്ങൾ ഇതുവരെയും ആശ്രയിച്ചിരുന്നത് ഒരു 3ാം കക്ഷി എന്ന നിലക്കോ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ കക്ഷി എന്ന നിലക്കോ കോടതിയായിരുന്നു. പക്ഷേ ഈ എല്ലാ തെളിവുണ്ടായിട്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ പോലും ഇത്തരം തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ട് ആരാണ് കുറ്റക്കാരെന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും ഈ പ്രതികളാണ് എന്നുള്ളത്. പക്ഷേ അത്
എല്ലാ വിദ്യാഭ്യാസവും നേടി ഇവിടെ കയറിയിരിക്കുന്നവർക്ക് തിരിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു പോരായ്മയോ അല്ലെങ്കിൽ ജുഡീഷ്യറിയെ എന്തോ ഒരു കളറ് പൂശിയതിൻ്റെ പ്രതിഫലനമോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ മറന്നുപോയാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സമാധാനവും ക്രമപ്രശ്നവുമൊക്കെ തകരാൻ അത് കാരണമാകും എന്നത് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇത്രമാത്രം തെളിവുകൾ അതിനുണ്ട്. 90 മുതൽ 97 സാക്ഷികൾ, 215 രേഖകൾ, ടവർ ലൊക്കേഷൻ, DNA ടെസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ തെളിവുകളും എതിരായിട്ടൊരു തെളിവില്ല. അതുകൊണ്ട് തന്നെ വിധിയുടെ മുമ്പുള്ള 7 വർഷവും ഒരു നിലക്കും ജാമ്യം നൽകാൻ സുപ്രീം കോടതിയിൽ വരെ വീണ്ടും പല കോടതികളും സമീപിച്ച് സുപ്രീം കോടതി പോലും ജാമ്യം കൊടുത്തില്ല. കാരണം ഈ പ്രതികൾ ചെയ്ത കുറ്റം വളരെ വ്യക്തമാണ് എന്ന് വിധി പറയുന്നതിന് മുമ്പ് തന്നെ ആമുഖം മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ ജാമ്യം കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ മനസ്സിലാക്കൽ. എന്നിട്ട് കൊടുത്തില്ല. ആ രീതിയിൽ പോയ ഒരു കേസ് 8ാമത്തെ ജഡ്ജി വന്ന് പഠിച്ചപ്പോൾ ഇവർ മഹാപാവങ്ങളാണ്, അവരെ 7 വർഷം ജയിലിലടച്ചതിന് വേറെ നഷ്ടപരിഹാരം കുടുംബങ്ങൾ കൊടുത്തില്ലെങ്കിലും സർക്കാരൊക്കെ കൊടുക്കേണ്ടി വരുമോ എന്ന് സംശയിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ഈ രാജ്യത്ത് ഇനിയും ജീവിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്നൊക്കെ ജനങ്ങൾ നിഷ്പക്ഷമതികൾ ചിന്തിച്ചാൽ അതിന് ബന്ധപ്പെട്ടവരാണ് മറുപടി കണ്ടെത്തേണ്ടത്. നിയമങ്ങളെ കയ്യിലെടുക്കാതെ കോടതിയെ കൊണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ സ്വഭാവം. അല്ലെങ്കിൽ അരാജകത്വമായിരിക്കും രാജ്യത്തുണ്ടാവുക. നിയമവാഴ്ചയെ നോക്കുകുത്തിയാക്കി ആ നിയമം തന്നെ നിയമത്തിൻ്റെ വസ്തുതയെ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ജനം സ്വന്തം ശിക്ഷ വിധിക്കാൻ തീരുമാനിക്കും. അപ്പോൾ രാജ്യത്ത് അരാജകത്വമാവും ഉണ്ടാവുക. ആ അരാജകത്വത്തിന് ഇങ്ങനെയുള്ള വിധികൾ കാരണമാകുന്നുണ്ട്. തെളിവുകളെല്ലാം സമ്പൂർണ്ണമായിട്ടും അതൊക്കെ മൂടി വെച്ചിട്ട് പള്ളിയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും ക്ഷേത്രമായി വിധിക്കുന്നത് പോലെ കൊന്നവർ മുന്നിലുണ്ടായിരിക്കെ അവർ കൊന്നിട്ടില്ല എന്ന് വിധിക്കുന്നത് പോലെയുള്ള ഇത്തരത്തിലുള്ള വിധികൾ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പുനരാലോചന ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നടത്തിയാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഏതോ ഒരു പ്രത്യേകമായ ഒരു ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണം കോടതിയിലും സർക്കാരിലുമൊക്കെ നടക്കാനിരിക്കുന്നതിൻ്റെ ദുസ്സൂചനകളാണ് ഈ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ ജുഡീഷ്യറിക്ക് പെരുമാറാൻ ഇനിയെങ്കിലും അവസരമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ.